കഴിഞ്ഞ 5 വർഷം UDFിൻ്റെ വികസനം നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ കേന്ദ്രത്തിലെ UPA ഗവൺമെൻറ്റിൻ്റെ വികസന നയങ്ങളെ പിന്തുടർന്നുകൊണ്ടുള്ള ഒരു വികസനത്തിൻ്റെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നിങ്ങളിവിടെ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നതെന്ന് പറയുന്നു. എന്നാൽ ആ സംവിധാനം വാണിമേൽ പഞ്ചായത്തിൽ താറുമാറി കിടക്കുകയാണ്. അത് ആ ലേബൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് വോട്ട് ചോദിക്കാനുള്ള ധാർമ്മികമായ അവകാശമുണ്ടോ? അതുപോലെ തന്നെ താങ്കൾ ഇപ്പോൾ പറഞ്ഞു വാണിമേൽ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയ കുടിവെള്ള പദ്ധതിയുടെ അതിൽ താങ്കൾ എടുത്തു പറഞ്ഞത് പരപ്പോറ കുടിവെള്ള പദ്ധതി, പാലോറ കുടിവെള്ള പദ്ധതി, അതിൽ പഞ്ചായത്തിൻ്റെ വിഹിതം എന്താണ്? ഞാൻ അതിൻ്റെ ഒരു ഗുണഭോക്താവാണ്. അത് ബ്ലോക്കിൻ്റെ സ്കീമിൽപ്പെട്ട ആ പദ്ധതിക്ക് 11,63,000 രൂപ ചെലവാണ്. അതിൽ 6 ലക്ഷം രൂപ ബ്ലോക്കിൻ്റെയും 4.5 ലക്ഷം രൂപ ബഹുമാനപ്പെട്ട MLAയുടെ ഫണ്ടിൽ നിന്നും, അതുപോലെ തന്നെ 50,000 രൂപ 51,000 രൂപ ഗുണഭോക്ത വിഹിതവും കടിച്ച് 12,000 രൂപയാണ് അതിൽ പഞ്ചായത്തിനൊരു വിഹിതം എന്ന് പറയുന്നത്. പഞ്ചായത്ത് ആ വിഹിതം തന്നത് അതിന് ആവശ്യമായ വൈദ്യുതി കണക്ഷന് വേണ്ട CD തുക അടക്കം മാത്രമാണ് അതിൽ പഞ്ചായത്തിൻ്റെ വിഹിതം എന്ന് പറയുന്നത്. അത് വാണിമേൽ ഗ്രാമപഞ്ചായത്തിൻ്റെ UDFിൻ്റെ ഒരു വികസനമായിട്ട് നിങ്ങൾക്ക് എടുത്തു കാണിക്കാൻ പറ്റുമോ? വളരെ വ്യക്തമാണ് രണ്ട് ചോദ്യങ്ങളും. ആദ്യത്തേത് നിങ്ങളുടെ മുന്നണി ബന്ധത്തെ പറ്റിയുള്ള ചോദ്യമാണ്. രണ്ടാമത്തേത് പാലോറ കുടിവെള്ള പദ്ധതി. ഞങ്ങൾ ഈ UDF സംവിധാനം വാണിമേൽ പഞ്ചായത്തിലും നിലനിർത്തണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത്. ഇപ്പോഴും UDF സംവിധാനത്തിലാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ഞങ്ങളോടൊപ്പം കോൺഗ്രസ് മാറി നിന്നു എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് പ്രശ്നമുള്ളൂ. കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ വാണിമേലിലെ മുഴുവൻ കോൺഗ്രസ്സുകാരും മാറി നിന്നു എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. ചില പ്രാദേശിക നേതാക്കന്മാർ, ഈ വാണിമേൽ ഭാഗത്തുള്ള ചില പ്രാദേശിക കോൺഗ്രസ് നേതാക്കന്മാരുടെ പിടിവാശി മൂലം ഈ UDF സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഞങ്ങളുടെ ജില്ലാ നേതൃത്വം പറയുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ സീറ്റ് വിഭജന ചർച്ചയും കാര്യങ്ങളും നടപടികളൊക്കെ നടത്തിയത്. എന്നാൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അംഗീകരിക്കാൻ ഇവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം തയ്യാറാകാത്തത് കൊണ്ട് ഇവിടെ UDF സംവിധാനം പൂർണ്ണമായിട്ടും വിജയിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാലും ഞങ്ങൾ UDFിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ UDFിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ദേശീയ ഗവൺമെന്റ്, ഞങ്ങളുടെ ബഹുമാന്യനായ അഹമ്മദ് കേന്ദ്രത്തിൽ UPA ഗവൺമെന്റിൽ അംഗമാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള UPAയുടെ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള മൻമോഹൻ സിംഗ് ഭരണകൂടത്തിൽ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെല്ലാം ഞങ്ങളോട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ബാധ്യതയാണ്. അത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അത് ധാർമ്മികമായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പ്രാദേശികമായിട്ട് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം ഞങ്ങളോട് സ്വീകരിച്ചിട്ടുള്ള സമീപനത്തിൽ ഞങ്ങൾക്ക് വളരെ പ്രയാസമുണ്ട്. ആ പ്രയാസം ഞങ്ങൾ ജനങ്ങളോട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വമാണ്, പ്രാദേശിക കോൺഗ്രസ്സുകാരല്ല, പ്രാദേശിക കോൺഗ്രസ് നേതൃത്വമാണ് ഇതിന് ഉത്തരവാദി എന്ന് ഞങ്ങൾ പറയുന്നു. അതുകൊണ്ട് അവരോടല്ല ഞങ്ങൾക്ക് ബാധ്യത, കോൺഗ്രസ്സുകാരോടും അതുപോലെ ലീഗുകാരോടും UDFിലെ മറ്റ് ഘടകകക്ഷികളോടൊക്കെയാണ് ഞങ്ങൾക്ക് ബാധ്യത. ആ ബാധ്യത നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ UDF സംവിധാനത്തിൽ പ്രചരണം നടത്തുന്നത്, UPA ഗവൺമെന്റിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുപോലെ ഇവിടെ പറഞ്ഞിട്ടുള്ള മറ്റൊരു ചോദ്യം, ഉയർത്തിയിട്ടുള്ള മറ്റൊരു ചോദ്യം, ഈ പാലോറക്കുന്ന് കുടിവെള്ള പദ്ധതി, അതിന്റെ ഫണ്ട് പല ഫണ്ടുകളാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് പഞ്ചായത്ത് എല്ലാം ചെയ്യുന്നത്. ഇപ്പൊ മാപ്പിളാർകുന്ന് കുടിവെള്ള പദ്ധതി കമ്മീഷൻ ചെയ്യാൻ പോവാണ്. അതിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടുണ്ട്, വാണിമേൽ ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടുണ്ട്. ഇനി വൈദ്യുതീകരണത്തിന് ചിലപ്പോൾ MP ഫണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ അതൊരു പദ്ധതി ഞാനിവിടെ പറഞ്ഞില്ല, ഇത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചത് പഞ്ചായത്തിന്റെ ഓൺ ഫണ്ട് കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിവിധ മേഖലകളിൽ നമുക്ക് കിട്ടുന്ന ഫണ്ട് കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പദ്ധതികൾ ആരംഭിക്കും. അപ്പോൾ അത് ഞങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ ചെയ്താൽ ഞങ്ങൾ ചെയ്തു എന്ന് പറയണ്ടേ? അതിപ്പോൾ ആര് ചെയ്തു എന്ന് ഞങ്ങൾ പറയണ്ടേ? നിങ്ങളുടെ ഭരണകാലത്ത് നിങ്ങൾ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ നിങ്ങളുടെ മെമ്പർ അതിനുവേണ്ടി 5 വർഷക്കാലം ശ്രമിച്ചിട്ട് അത് നടന്നിട്ടില്ലല്ലോ. പ്രിയപ്പെട്ട രാജനോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഒരു മെമ്പർ ഉണ്ടായിരുന്നല്ലോ, ആ മെമ്പർ 5 വർഷക്കാലം അവിടെ ഭരണം നടത്തിയിട്ട് അവിടെയുള്ള ജനങ്ങൾ പറഞ്ഞു, നിങ്ങൾ വന്നുകൊണ്ട് മൂസമാശെ ഞങ്ങൾക്കൊരു ഗുണം കിട്ടി, ഞങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമായി, നിങ്ങളെ കൊണ്ടൊരു ഗുണം കിട്ടി. ഞങ്ങളൊരു മെമ്പർ 5 കൊല്ലം ഭരിച്ചിട്ട് അയാൾക്കൊരു കടലാസ് പോലും നീക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നിങ്ങളുടെ പ്രവർത്തകന്മാർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് രാജ്യം കുടിക്കുന്ന വെള്ളവും അതുപോലെ അവിടെയുള്ള ആൾക്കാർ കുടിക്കുന്ന വെള്ളമൊക്കെ തന്നെ അതിൽ ഞങ്ങളുടെയൊക്കെ ഒരുപാട് അധ്വാനവും ഞങ്ങളുടെ പ്രവർത്തനവും അതിന്റെ പിന്നിലുണ്ട്. അത് അംഗീകരിക്കലാണ് നല്ലത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. കൃത്യമായ ആസൂത്രണത്തിലൂടെ മറ്റ് ഫണ്ടുകൾ സ്വരൂപിച്ചുകൊണ്ടുവന്ന് വികസനം നടത്തി എന്നുള്ളതാണ് NK മൂസ മാസ്റ്റർ വിശദീകരിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി SDPI സ്ഥാനാർത്ഥികളെ സ്വന്തമായി നിർത്തി മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് മിസ്റ്റർ CK സുബൈറാണ് ചോദിക്കുന്നത്. ബഹുമാനപ്പെട്ട മൂസ മാസ്റ്ററോടാണ് ചോദ്യം. കഴിഞ്ഞ 5 വർഷം ഈ പഞ്ചായത്ത് UDF ആണ് ഭരിച്ചിരുന്നത്, പ്രത്യേകിച്ചും മുസ്ലിം ലീഗാണ് അതിൻ്റെ ഇവിടുത്തെ പ്രസിഡന്റും ഒക്കെ ആയത്. ഈ 5 വർഷത്തിന് ഇടയിൽ പറയത്തക്ക എന്ത് വികസനമാണ് ഇവിടെ UDF കാഴ്ചവെച്ചത്?
ഈ പറയുന്ന പല ഫണ്ടുകൾ കുടിവെള്ള പദ്ധതി ആയിക്കോട്ടെ, അതുപോലെ തന്നെ പിന്നെ കക്കൂസുകളായിക്കോട്ടെ എന്നൊക്കെ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ജനങ്ങളിൽ UDF-നോട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനോട് താല്പര്യമുള്ള അല്ലെങ്കിൽ ഒന്നുകൂടി താല്പര്യം കാണിക്കുന്ന വിധം എന്ത് പ്രവർത്തനമാണ് UDF കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ UDF-ന്റെ പിന്നെ വികസനത്തിന് അല്ലെങ്കിൽ UDF-ന്റെ ഈ ഒരു പിന്നെ മുരടിപ്പിന് എതിരെ എന്ത് ശക്തമായ പ്രതിഷേധ പരിപാടികളാണ് ഇവിടുത്തെ പ്രതിപക്ഷം എന്ന നിലക്ക് LDF-ഉം കാഴ്ചവെച്ചതെന്ന് അറിയാൻ താല്പര്യമുണ്ട്. അതുപോലെ തന്നെ UDF ഭരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മൂസ മാസ്റ്ററുടെ വാർഡായ കോടിയൂറ റോഡ്, അതുപോലെ തന്നെ പിന്നെ താവോട്ട് മുക്ക് റോഡ്, അതുപോലെ പിന്നെ വാണിമേൽ മാമ്പിലാക്കൂൽ റോഡ്, ഈ റോഡിനൊക്കെ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടും അതിന് ആ പൈസ മുഴുവൻ റോഡിലേക്ക് അല്ലെങ്കിൽ അത് വികസനത്തിന് വേണ്ടി എത്തിയില്ല. അതിൽ അഴിമതി നടന്നു. അഴിമതി ആരോപണവുമായി അവിടുത്തെ UDF-ന്റെ പ്രവർത്തകന്മാർ ഇവിടെ പിന്നെ സമരരംഗത്തിറങ്ങി. അപ്പോൾ അതിനൊക്കെ UDF എടുത്തിട്ടുള്ള സമീപനം അതൊക്കെ ഇവിടെ നാട്ടിൽ ചർച്ചയായിട്ടുള്ളതാണ്. അപ്പോൾ അത്രയും സമീപനത്തിൽ നിന്നുകൊണ്ട് അല്ലെ ആ ഒരു പിന്നെ വികസന പ്രവർത്തനത്തിൽ നിന്ന് UDF അല്ലെ പിന്നെ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള വാർഡ് മെമ്പർമാരൊക്കെ ലക്ഷങ്ങൾ അഴിമതി നടത്തിയെന്നാണ് UDF-ഉം അതുപോലെ പൊതുജനത്തിൻ്റെയും സംസാരം. അപ്പോൾ അതിന് മൂസ മാസ്റ്റർക്ക് എന്താണ് പറയാനുള്ളത്? അഴിമതി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ സ്വന്തമായി ആസൂത്രണം ചെയ്ത പദ്ധതികൾ എന്തെങ്കിലും വാണിമേൽ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ? ഇവിടെ പറഞ്ഞിട്ടുള്ളത് സ്വന്തമായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികൾ തന്നെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ സൂചിപ്പിച്ചതൊക്കെ വാണിമേൽ ഗ്രാമപഞ്ചായത്ത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളാണ്. പിന്നെ സുബൈർ ഉദ്ദേശിക്കുന്ന പോലെ വികസനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സുബൈർ പറഞ്ഞാലേ എനിക്ക് അതിൽ ആ മേഖലയിൽ നമ്മൾ എന്ത് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. വികസനം എന്ന് നമ്മൾ പറയുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന വികസനം റോഡ് ഉണ്ടാക്കുക എന്നുള്ള മാത്രമല്ല വികസനം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ രാജ്യത്തുള്ള ദരിദ്ര ജനവിഭാഗങ്ങൾ, പാവപ്പെട്ടവർ, കൃഷിക്കാർ, അവർക്ക് ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ മുൻഗണന നൽകിയിട്ട്. അത് വികസനമാണെന്നാണ് നമ്മൾ കാഴ്ചപ്പാട്. പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ ഇവിടെ വാണിമേൽ പഞ്ചായത്തിൽ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ അധികാരം ഏറ്റെടുത്ത ഉടനെ ഞങ്ങൾ നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം, ഇവിടുത്തെ നാളികേര കർഷകർ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കൂമ്പുചീയലായിരുന്നു. അപ്പോൾ കൂമ്പുചീയൽ ബാധിച്ചിട്ടുള്ള തെങ്ങുകൾ ഓരോ ദിവസവും നശിച്ചുകൊണ്ടിരിക്കുന്നു. തെങ്ങുകൾ ഇങ്ങനെ കടപുഴകി വീണുകൊണ്ടിരിക്കുന്നു. ഈ ദയനീയാവസ്ഥ കണ്ടിട്ട് ഞങ്ങൾ ഗവൺമെന്റിൽ സമീപിച്ചു, നമ്മുടെ മന്ത്രിയെ സമീപിച്ചു, അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചു. എല്ലാം ഒരു പ്രത്യേക പാക്കേജ് ഉണ്ടാക്കി, പദ്ധതി ഉണ്ടാക്കി, ഗവൺമെന്റിന് അംഗീകാരം വാങ്ങി കോടിക്കണക്കിന് രൂപ അവിടുത്തെ കർഷകന്മാർക്ക് ഞങ്ങൾ നഷ്ടപരിഹാരം നൽകി. അത് വലിയൊരു നേട്ടമായിട്ട് തന്നെ ഞങ്ങൾ പറയുന്നത്. കോടിക്കണക്കിന് 80 ലക്ഷം രൂപ പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ട് തന്നെ ഞങ്ങൾ അതിനുവേണ്ടി മാറ്റിവെച്ച് ഞങ്ങൾ കർഷകർക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കർഷകന്മാരെ ഞങ്ങൾ നോക്കി, ഇടത്തട്ടുകാരെ ഞങ്ങൾ നോക്കി, പാവപ്പെട്ടവരെ ഞങ്ങൾ നോക്കി. ഇവരുടെ വികസനമാണ് നാടിന്റെ വികസനം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇവിടെ അഴിമതി ആരോപണങ്ങൾ പറഞ്ഞു. ഇപ്പോൾ പഞ്ചായത്ത് ഭരിക്കുമ്പോൾ ജനങ്ങളോട് അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അതാണ് വിശ്വസിക്കുക. അഴിമതി ഇല്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. കാരണം അഴിമതി നടക്കാനാണ് സാധ്യത. പഞ്ചായത്ത് ആര് ഭരിക്കുമ്പോഴും അവിടെ ജനങ്ങളോട് അവിടെ അഴിമതി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ പെട്ടെന്ന് വിശ്വസിക്കും. എന്നാൽ അഴിമതി ഇല്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല. കാരണം അഴിമതി നടക്കാനാണ് സാധ്യത. പക്ഷെ ഞങ്ങളുടെ മെമ്പർമാരെല്ലാം, അവിടെ ഭരണസമിതിയിലുള്ള എല്ലാ മെമ്പർമാരും വളരെ കൃത്യനിഷ്ഠയോടുകൂടി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അഴിമതി എന്ന് പറയുന്ന വാക്ക് പോലും, അങ്ങനെ ഒരു ചിന്ത പോലും ഒരു മെമ്പറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ അഴിമതി ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം. ഇപ്പൊ ആരെക്കുറിച്ചാണ് ഉന്നയിക്കാത്തത്? എല്ലാവരെ കുറിച്ച്, രാഷ്ട്രീയ പ്രവർത്തകന്മാരെ കുറിച്ച്, പ്രതിപക്ഷം ഭരണപക്ഷത്തെക്കുറിച്ച്, ഭരണപക്ഷം പ്രതിപക്ഷത്തെക്കുറിച്ചൊക്കെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കും. അത് സ്വാഭാവികമാണ്. അതിൽ വസ്തുതയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇവിടെ പറഞ്ഞ കുറെ റോഡുകൾ, ഈ റോഡുകളുടെ പ്രവൃത്തിയൊക്കെ നടന്നു. യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ആ റോഡിലൊക്കെ പ്രശ്നം ഉണ്ടാകുന്നത്? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ലഭിക്കുന്ന തുക പ്ലാൻ ഫണ്ട് 8 ലക്ഷം രൂപ കിട്ടിയാൽ നമ്മൾ ഒരു 8 റോഡ് എടുത്താൽ 1 ലക്ഷം രൂപ ഉണ്ടാകും ഒരു റോഡിന്. അപ്പോൾ 1 ലക്ഷം രൂപയുടെ റോഡ് പ്രവൃത്തി നമ്മൾ നടത്തിയാൽ അതെന്തെങ്കിലും ചെറിയൊരു പ്രവൃത്തി നടത്താനേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ജനങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ റോഡ് സ്ഥിരമായിട്ട് നിൽക്കണമെന്നാണ്. 1 ലക്ഷം രൂപ 10 ലക്ഷം രൂപ വേണ്ട ഒരു റോഡിൽ നമ്മൾ 1 ലക്ഷം രൂപയുടെ പ്രവൃത്തി നടത്തിയാൽ ഒരു മഴ കഴിയുമ്പോഴേക്ക് അത് മുഴുവൻ ഒലിച്ചു പോകും. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വേണ്ടത്ര ഫണ്ടില്ലാത്തതാണ്. ഒരു റോഡ് സഞ്ചാരയോഗ്യമാക്കണമെങ്കിൽ അത് വേണ്ട സ്ഥലത്ത് ഉയർത്തേണ്ട സ്ഥലത്ത് ഉയർത്തിയിട്ടും അതുപോലെ പ്രവർത്തികൾ ഭംഗിയായിട്ട് നടത്തിയാൽ മാത്രമേ റോഡ് നിലനിൽക്കുള്ളൂ. അതാണ് ഇവിടെയൊക്കെ നമുക്കെതിരായിട്ട് ആരോപണങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണമായിട്ടുള്ളത്. ഇതിൽ തന്നെ CK സുബൈറിന്റെ ഒരു ഉപചോദ്യം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 5 വർഷക്കാലം റോഡിന്റെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട TP കുമാരേട്ടനിലേക്കാണ് ഞാൻ വരുന്നത്. അതിനു മുമ്പ് ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഒരുപാട്
വികസനമില്ലായ്മ വാണിമേൽ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് സി കെ സുബൈർ സൂചിപ്പിച്ചു. ഇക്കഴിഞ്ഞ 5 വർഷക്കാലയിടയിൽ ക്രിയാത്മകമായ പ്രതിപക്ഷം എന്നുള്ള നിലക്ക് വിരലെണ്ണാവുന്ന സമരങ്ങൾ മാത്രമേ വാണിമേൽ ഗ്രാമപഞ്ചായത്തിൽ നടന്നിട്ടുള്ളൂ എന്നുള്ളൊരു ആക്ഷേപം, അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഈ വിരലിലെണ്ണാവുന്ന സമരം എന്ന് പറയുന്നത് ശരിയല്ല. 24 മണിക്കൂർ നിരാഹാരം കിടന്ന ഞങ്ങളോട് വിരലിലെണ്ണാവുന്ന സമരം എന്ന് പറയുന്നത് ശരിയല്ല. എത്ര സമരങ്ങൾ. മാത്രമല്ല, നിങ്ങൾ നോക്ക്, നരിപ്പറ്റ പഞ്ചായത്തും വളയം പഞ്ചായത്താണ് നമ്മൾ അയൽ പഞ്ചായത്തുകൾ. നരിപ്പറ്റ പഞ്ചായത്തിലെ ആ ഭരണസമിതിയും ആ പ്രസിഡന്റും ഗവൺമെന്റിൽ നിന്നും ഏറ്റവും നല്ല റോഡ് സമ്പാദിച്ച് കക്കട്ടുനിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നാഷണൽ ഹൈവേ പോലുള്ള റോഡാണ്. കല്ലാച്ചിയിൽ നിന്ന് വളയത്തേക്ക് പോകുന്നത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള റോഡാണ്. കോടികളാണ് ഈ ഗവൺമെന്റിന്റെ ഫണ്ടിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്ന് ചെലവഴിക്കുന്നത് ആ പ്രാദേശിക ഗവൺമെന്റുകൾ വിജയിച്ചിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഈ വാണിമേൽ കല്ലാച്ചി റോഡ് എന്ന് പറയുന്നത് ഇതിന്റെ ദയനീയ അവസ്ഥ, 100 കണക്കിന് വാഹനങ്ങളുള്ള ഇവിടെ വാഹനോടമകൾക്ക് അറിയാലോ. ഇതുപോലൊരു പഞ്ചായത്ത് എന്തിനാണ് നമ്മുടെ നാട്ടിൽ? അതാണ് ചോദിക്കാനുള്ളത്. ഞാൻ ചോദിക്കട്ടെ, പ്ലാൻ ഫണ്ടിൽ മാത്രമാണോ റോഡ് ഉണ്ടാക്കുന്നത്? അങ്ങനെയാണോ? അങ്ങനെയൊന്നല്ല. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ഈ പഞ്ചായത്ത് ഭരണസമിതി പച്ചപ്പാലം കുണ്ടിൽ വളപ്പ് റോഡിന് ചില്ലിക്കാശ് കൊടുത്തില്ല. ഇടതുപക്ഷം ഭരിക്കുന്ന അവസരത്തിൽ ടാർ ചെയ്ത റോഡാണ്. അതുപോലെ തന്നെ പച്ചപ്പാലം കൊക്കർ റോഡിന് ഒരു നയ പൈസ കൊടുത്തില്ല. ഞങ്ങൾ ഗവൺമെന്റിൽ നിവേദനം കൊടുത്ത് ഈ അടുത്ത കാലത്താണ് പച്ചപ്പാലം കുണ്ടിൽവളപ്പ് റോഡിന് 2,50,00,000 റുപ്യ, പച്ചപ്പാലം കൊക്കർ റോഡിന് 1,26,00,000 റുപ്യ. 10 മീറ്റർ റോഡാണ്. അവിടെ നാഷണൽ ഹൈവേക്ക് തുല്യമായിട്ടുള്ള റോഡാണ്. നിങ്ങൾ നോക്ക്, ഇവിടെ പിന്നെ പുതുക്കയത്തുനിന്ന് ഇവിടെ വരെ ഫോറസ്റ്റ് വരെ, ഇവിടെ വയനാട് റോഡ് പോകണമെങ്കിൽ, വയനാട് ചുരം ഇവിടെ യാഥാർത്ഥ്യമാകണമെങ്കിൽ അവിടം വരെ നല്ല റോഡ് വേണ്ടേ? 10 മീറ്റർ റോഡിൽ 6.5 കോടി റുപ്യാണ് ചെലവഴിച്ചിട്ടുള്ളത്. ആ 6.5 കോടിയും എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ്? ഞാൻ ചോദിക്കട്ടെ, ഈ വാണിമേൽ പഞ്ചായത്തിൽ ആദ്യമായിട്ട് താറിട്ട റോഡുകൾ വന്ന എന്നാണ്? നിങ്ങൾ ഇവിടെ കൂടിയിരിക്കും, നിങ്ങൾ ഓർമ്മിക്കണം. ഇടതുപക്ഷം പഞ്ചായത്ത് ഭരിച്ചപ്പോഴാണ്, ജനകീയാസൂത്രണ പരിപാടി നടപ്പിലാക്കിയപ്പോഴാണ് പഞ്ചായത്തിൽ നിരവധി താറിട്ട റോഡുകൾ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഓട്ടോറിക്ഷ ഓടിയതപ്പോഴാണ് 1996 ശേഷമാണ് വാണിമേൽ ഓട്ടോറിക്ഷ ഓടിയിട്ടുള്ളത്. കാരണം നാട്ടിലൊക്കെ മുഴുവൻ റോഡുണ്ടായി, നല്ല 1-ാം നമ്പർ റോഡുണ്ടായി. ഈ പഞ്ചായത്ത് ഭരണസമിതി ഇതിന്റെ പിടിപ്പുകേട് എന്ന് പറയുന്നത്, ഒരു റോഡുമിൽ കൂടി നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടി കഴിയില്ല. മൂസമാഷി നേരത്തെ പറഞ്ഞല്ലോ, നാഷണൽ ഹൈവേന്റെ റോഡിന്റെ റിപ്പയർ ചെയ്യേണ്ടത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. ആ സെൻട്രൽ ഗവൺമെന്റ് എന്താണ് കാലാകാലം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് വൻകിട കോൺട്രാക്ടർമാർക്ക് കോൺട്രാക്ട് കൊടുത്തിട്ട് അവർ ഒപ്പിച്ചു വെച്ചതിന്റെ ഫലമായിട്ടാണ് റോഡ് വലിയ മഴ വന്നപ്പോൾ നശിച്ചു പോകുന്നത്. നിങ്ങൾ നോക്ക്, ഇവിടെ കൊല്ലം ജില്ലയിലും തിരുവനന്തപുരത്തും ഏകദേശം 10 ദിവസം മുമ്പേ പേമാരിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അവിടെ ചില റോഡുകളല്ലേ, നിങ്ങൾ പറഞ്ഞ ചില റോഡുകൾ കാണാനില്ല. ആ രീതിയിലുള്ള പ്രകൃതിക്ഷോഭ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സംസ്ഥാന ഗവൺമെന്റിനെ വിമർശിക്കുന്നത് ശരിയല്ല. ഇവിടെ മൂസമായിട്ട് പറഞ്ഞിട്ടുള്ള പല വികസനങ്ങളും, ഇവിടെ കുടിവെള്ള പദ്ധതി രാജൻ പറഞ്ഞതുപോലെ എല്ലാം സ്പിൽ ഓവർ വർക്കായിട്ട് ഇടതുപക്ഷം പഞ്ചായത്ത് ഭരിക്കുമ്പോഴും പൂണേരി പഞ്ചായത്തിന്റെ ഭാഗമായിട്ടും ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എല്ലാ കുടിവെള്ള പദ്ധതികളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ ശ്രീമാൻ മൂസമാഷോട്, നിങ്ങൾ എത്ര പ്രാവശ്യം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോൾ ഞങ്ങൾ ഇന്ന റോഡിന് പണം വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം, അതാണ് പറയാനുള്ളത്. ഓക്കെ, വികസനത്തിന്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ അപ്പുറത്തെയും നരിപ്പറ്റ പഞ്ചായത്തിനെയും വളയം പഞ്ചായത്തിനെയും ഇടതുപക്ഷങ്ങൾ ഭരിക്കുന്ന 2 പഞ്ചായത്തുകളെ കമ്പയർ ചെയ്തിട്ടാണ് CPM-ന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വാണിമേലിലെ റോഡിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. ഇതിനിടയിൽ നേരത്തെ കെ സുബൈറിന്റെ ചോദ്യത്തോട് മൂസ മാസ്റ്റർ പ്രതികരിച്ചതിലെ ഒരു പ്രത്യേക ഭാഗം എടുത്ത് ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. കോൺഗ്രസ് അല്ല, പ്രാദേശിക നേതൃത്വം സ്വീകരിച്ച നിലപാടാണ് എന്നുള്ള ഒരു പ്രയോഗം NK മൂസ മാസ്റ്ററുടെ ഉത്തരത്തിലുണ്ടായിരുന്നു. പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം എന്തുകൊണ്ടാണ്? നേതൃത്വം എന്നുള്ള വാക്ക് വളരെ വ്യക്തമായാണ് മൂസ മാസ്റ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ വാണിമേലിൽ 2 തരം കോൺഗ്രസ് ഇല്ല. വാണിമേൽ പഞ്ചായത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് എടുത്ത തീരുമാനമാണ്. പിന്നെ മൂസമാഷ് ആദ്യം സംസാരിക്കുമ്പോൾ തന്നെ മൂസമാഷ് സംസാരത്തിൽ ആരാണ് കോൺഗ്രസിന്റെ മുന്നണി ബന്ധം തകർത്തത് എന്നുള്ളതാണ് തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആദ്യം മൂസമാഷ് പറഞ്ഞത് മുസ്ലിം ലീഗിന് തനിച്ച് ഇവിടെ മത്സരിച്ച് മുഴുവൻ സീറ്റും ജയിച്ച് ഒറ്റക്ക് പഞ്ചായത്ത് ബോർഡ് ഉണ്ടാക്കൂ എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട്.
അതായത് തനിച്ച് പഞ്ചായത്ത് ഭരിക്കാം എന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിനെ ചവിട്ടി പുറത്താക്കിയാൽ